എന്നാൽ കേരളത്തിൽ ഇടതുമുന്നണിക്ക് പ്രതീക്ഷിക്കാതെ തിരിച്ചടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇടതുകോട്ടകൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിനൊപ്പം BJP അക്കൗണ്ട് തുറന്നതും CPIM-ന് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാണ്. CAA വിരുദ്ധ സമരം, നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ളവ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഈ ജനവിധിയിൽ നിന്നും ഇടതുമുന്നണിക്ക് പൊതുവിലും CPIM-ന് പ്രത്യേകിച്ചും ഒരുപാട് പഠിക്കാനുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധി ദേശീയതലത്തിൽ കോൺഗ്രസിനും കേരളത്തിൽ UDF-നും അനുകൂലമാകുമെന്ന പതിവ് പ്രതികരണം കൊണ്ട് തീരുന്നതല്ല CPIM-ന് ഈ രാഷ്ട്രീയ സമസ്യ. വോട്ടെടുപ്പിന് ശേഷം ബൂത്ത് കമ്മിറ്റികൾ മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പരിശോധിച്ചുറപ്പിച്ച പാർട്ടി കണക്കു പ്രകാരം 4 മുതൽ 8 സീറ്റ് വരെ LDF ഉറപ്പിച്ചതാണ്. ഇക്കുറിയും കേരളത്തിൽ താമര വിരിയില്ലെന്നും CPIM ഉറപ്പിച്ചു. സംസ്ഥാന ഇന്റലിജൻസിന്റെ കണക്കിൽ 5 സീറ്റ് LDF-നും 15 സീറ്റ് UDF-നുമെന്നുമാണ്. എന്നാൽ വോട്ടെണ്ണിയപ്പോൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും കണക്കുകൂട്ടലുകൾ ആകെ തെറ്റി. കനൽ ഒരു തരിയിൽ നിന്നും പിന്നോട്ട് പോയില്ലെന്ന് തൽക്കാലം ആശ്വസിക്കാം. എന്നാൽ സുരേഷ് ഗോപിയിലൂടെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് CPIM-ന് മുന്നിൽ അത്ര ചെറിയ കാര്യമല്ല. ജനകീയ മുഖമുള്ള KK ശൈലജ ടീച്ചർ വടകരയിൽ വലിയ തോൽവി നേരിടേണ്ടി വന്നതും കണ്ണൂരിൽ K സുധാകരന്റെ ലീഡ് വൻതോതിൽ വർദ്ധിപ്പിച്ചതിനും രാഷ്ട്രീയ ഉത്തരം CPIM കണ്ടെത്തേണ്ടതുണ്ട്. 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം കണക്കുകൂട്ടിയ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ വിജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിനാണെന്നതും CPIM-ന് ജനവിധി നൽകുന്ന നിർണായകമായ ചില സൂചനകളാണ്. CPIM-ന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ കോൺഗ്രസ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന അവകാശവാദം പൂർണ്ണമായും ശരിയായതും ഇവിടെ പ്രധാന വിഷയമാണ്. മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ് പോലുള്ള പാർട്ടി കോട്ടകളുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും ഇടതിനൽപ്പം കാലിടറുന്നു എന്നത് ഒട്ടും ശരിയല്ലാത്ത സൂചനയാണ് CPIM-ന് നൽകുന്നത്. CAA സമരം ഏറ്റെടുത്തതും പ്രചരണം വ്യാപകമാക്കിയതും CPIM-ഉം ഇടതു സർക്കാരുമാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പാർട്ടിക്കൊപ്പം ഉറപ്പിക്കാനായില്ല എന്നതാണ് വടകരയിലേതുൾപ്പെടെയുള്ള ജനവിധി തെളിയിക്കുന്നത്. സമസ്തയുടെ വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വീണില്ലെന്നത് പൊന്നാനിയിലെ വിധി നൽകുന്ന പാഠമാണ്. ഈ ജനവിധിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണോ, പാർട്ടിയിൽ നിന്നും ജനങ്ങൾ അകന്നതാണോ എന്നത് CPIM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഏറെ പ്രതീക്ഷിച്ച തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത തിരിച്ചടിയാണ് ഇടതിന് കേരളത്തിൽ സംഭവിച്ചത്. പാർട്ടി കണക്കുകൾ പൊതുവെ തെറ്റാറില്ല. എന്നാൽ ഈ ജനവിധിയിൽ CPIM-ന്റെയും ഇടതുമുന്നണിയുടെയും കണക്കുകൂട്ടലുകൾ ആകെ തെറ്റിയിരിക്കുകയാണ്. ഇനി കാരണം കണ്ടെത്തിയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയാണ് അനിവാര്യം. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.